അങ്ങനെ ഒരിക്കൽ ഞാൻ ഒരു കവിത കലാകൃതിയിൽ അന്ന് ആരെന്തെഴുതിയാലും അതോടെ അവർ എഴുത്തുകാരായി അംഗീകരിക്കപ്പെടുന്ന അത്രയും പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണമായിരുന്നു കേരളത്തിൽ കലാകൃതി എന്ന് പറയും. അപ്പം അതിലൊരു കവിതയൊക്കെ പ്രസിദ്ധീകരിച്ച് കാണുക എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടാവുകയും ഒരു ദിവസം എനിക്ക് 1992 എന്ന് തോന്നുന്നു, ഞാനൊരു കവിതയുമായി കേരള കൗമുദിയുടെ കോമ്പൗണ്ടിലേക്ക് കയറുകയാണ്. യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ദിവസമായിരുന്നു അത്. കാരണം ഞാൻ ആ കവിതയുമായി കലാകൗമുദിയുടെ പത്രാധിപരായിട്ടുള്ള ജയേന്ദ്രൻ നായർ സാറിനെ കാണുന്നു, ഈ കവിത കൊടുക്കുന്നു. ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ ആ കവിത പ്രസിദ്ധീകരിച്ചു വന്നു. പിന്നീട് ഏതാനും ചില കവിതകൾ കൂടി കലാകൗമുദി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തന്നെ കവിത എഴുത്തു നിർത്തി. അതെനിക്ക് പറ്റിയൊരു കാര്യമല്ല എന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെട്ടു. എന്നാൽ മറ്റൊരു രചന, അതായത് ഫീച്ചറുകൾക്കൊക്കെ വലിയ പ്രശസ്തിയുള്ളൊരു കാലമായിരുന്നു അത്. അപ്പം ഞാൻ ആ ഫീച്ചർ രചനയുടെ ഒരു മേഖലയിലേക്ക് കടക്കുകയും ചില വ്യക്തികളെക്കുറിച്ചും പ്രസ്ഥാനങ്ങളെക്കുറിച്ചുമൊക്കെ ഫീച്ചറുകൾ എഴുതുകയും ചെയ്തു. അത് നിരന്തരമായി തന്നെ കലാകൗമുദിയിൽ പ്രസിദ്ധീകരിച്ചു കൗമുദിയുടെ താളുകൾ. അപ്പോൾ എന്നെ സംബന്ധിച്ച് കലാകൗമുദിയോടും ജയേന്ദ്രൻ നായർ സാറിനോടുമുള്ള എൻ്റെ കടപ്പാടെന്ന് പറയുന്നത് വളരെ വലുതാണ്. മണിസാറ് എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. 1994 ആന്ധ്രാപ്രദേശിലും കർണാടകത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ഞാനന്നങ്ങനെ വലിയ ഗൗരവത്തോടെ രാഷ്ട്രീയം പഠിക്കുന്ന ഒരാളൊന്നുമല്ല. എല്ലാ ദിവസവും പത്രം വായിക്കും എന്നൊക്കെയുള്ളതിനപ്പുറത്ത് രാഷ്ട്രീയമായ ധാരണയും കുറവായിരുന്നു. ഞാൻ എഴുതിയിട്ടുള്ളത് രാഷ്ട്രീയ ലേഖനങ്ങളുമല്ല. പക്ഷെ ആ 2 സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ കലാകൗമുദി തീരുമാനിക്കുന്നു. അത് റിപ്പോർട്ട് ചെയ്യാൻ ഉണ്ണി പോകട്ടെ എന്ന് തീരുമാനിക്കുന്നത് മണിസാറാണ്. ഒരർത്ഥത്തിൽ എന്നെ ഞെട്ടിപ്പിച്ച തീരുമാനമാണത്. കാരണം അന്നൊന്നും ഒറ്റയ്ക്ക് ഞാൻ യാത്ര ചെയ്ത് കേരളത്തിന് പുറത്തേക്ക് തന്നെ പോയിട്ടില്ല. അപ്പോഴാണ് 2 പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് അത്രയൊന്നും അനുഭവ പരിചയമില്ലാത്ത എന്നെ മണിസാറ് തിരഞ്ഞെടുക്കുന്നത്. അതും എൻ്റെ ഒരു ജേർണലിസം ജീവിതത്തിലെ വലിയ വഴിത്തിരിവായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ 2 കാര്യങ്ങളാണ് ഒരു ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് എന്നെ മോൾഡ് ചെയ്യുന്നതിനകത്തൊരു അടിത്തറ പാകിയത്. അതുകൊണ്ട് കലാകൗമുദിയോടുള്ള കടപ്പാട് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. ജയേന്ദ്രൻ നായർ സാറിനോട്